നമസ്കാരം. കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കാണാൻ അവസരം നിഷേധിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചത് മുഖ്യമന്ത്രി കൊല്ലത്തുണ്ടായിരുന്ന വ്യാഴാഴ്ചയാണ്. പിറ്റേന്ന് മുഖ്യമന്ത്രി കൊച്ചിയിലുണ്ടെന്ന് അറിയിച്ചിരുന്നുവെന്നും പക്ഷേ കന്യാകുമാരിയിൽ പോവുകയാണെന്ന് അലോഷ്യസ് സേവ്യർ പറഞ്ഞുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിയോജിപ്പ് പരസ്യമാക്കിയതിനെ തുടർന്നാണ് അലോഷ്യസ് സേവ്യറിനെ കാണാൻ മുഖ്യമന്ത്രി വിസമ്മതിച്ചത് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതിനിടയിലാണ് വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തിയത്. ഇതിനിടെ ഇന്നലെ എറണാകുളം തേവരയിൽ നടന്ന ചടങ്ങിൽ കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടിട്ടും മുഖ്യമന്ത്രി മുഖം കൊടുക്കാതെ മടങ്ങിയതും വിവാദത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. തേവരയിൽ വച്ചും മുഖ്യമന്ത്രി മുഖം കൊടുക്കാതെ മടങ്ങിയതോടെ പിഴവ് ചൂണ്ടിക്കാണിക്കുകയാണ് കെ.എസ്.യു ചെയ്തതെന്നും അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ഇനിയും തുടരുമെന്നായിരുന്നു അലോഷ്യസ് സേവ്യറിന്റെ പ്രതികരണം. ഇതിനിടെ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് കെ.പി.സി.സി അധ്യക്ഷനോട് അലോഷ്യസ് സേവ്യർ ആവശ്യപ്പെട്ടു. യു.ഡി.എഫ് ഭരണത്തിൽ കെ.എസ്.യുവിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തത് നിർഭാഗ്യകരമെന്നാണ് പരാതി. അതേസമയം അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നുവെന്നാണ് വി.ഡി. പക്ഷത്തിന്റെ വാദം. യുവാക്കളെ ഇറക്കി വിടുന്നതിനു പിന്നിൽ ഗ്രൂപ്പ് താൽപര്യമെന്നാണ് ആക്ഷേപം. കെ.പി.സി.സി അധ്യക്ഷനോട് അലോഷ്യസ് പരാതി അറിയിച്ചു. കെ.എസ്.യുവിനെതിരെയുള്ള വിമർശനങ്ങളിൽ ജിൻഡോ ജോണും അനൂപ് ബി.ആറും സമൂഹ മാധ്യമങ്ങളിലൂടെ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഈ സർക്കാർ കെ.എസ്.യുവിന്റെയും സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെയും കൂടി സർക്കാരാണെന്നും അവരെ കൂടി പരിഗണിക്കണമെന്നായിരുന്നു വിമർശനം. ആശങ്കകൾ തിരുത്തപ്പെടാതെ വരുമ്പോഴാണ് അഭിപ്രായ വ്യത്യാസം തുറന്നു പറയുന്നതെന്ന് ജിൻഡോ ജോൺ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനത്തെ ചൊല്ലി രൂപപ്പെട്ട മുഖ്യമന്ത്രി കെ.എസ്.യു പോർമുഖം സർക്കാർ സംഘടനാ ഏറ്റുമുട്ടലായി വളർന്നത് കോൺഗ്രസിനെ വലയ്ക്കുന്നുണ്ട്. ഏകോപനത്തിനോ മധ്യസ്ഥതയ്ക്കോ പാർട്ടി സംവിധാനമില്ലാതായ അസാധാരണ സാഹചര്യത്തിലാണ് ആഭ്യന്തര സംഘർഷങ്ങൾ. പ്ലീഡർ നിയമനത്തിൽ പരാതിയുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ അറിയിക്കാമെന്നിരിക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും പിന്നാലെ തുടർച്ചയായ പരസ്യ വിമർശനങ്ങളും അത്ര നിഷ്കളങ്കമല്ലെന്ന വിലയിരുത്തലിലാണ് വി.ഡി. പക്ഷം. മുഖ്യമന്ത്രി നിർണയ ചർച്ചകളോളം നീളുന്ന രാഷ്ട്രീയ കാരണങ്ങൾ ഇപ്പോഴത്തെ വിവാദങ്ങൾക്കു പിന്നിൽ വി.ഡിക്കൊപ്പമുള്ളവർ സംശയിക്കുന്നു. അതേസമയം മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നുവെന്ന വികാരമാണ് പാർട്ടിയിൽ മറുഭാഗത്തുള്ളത്. വീര്യം കുറഞ്ഞ മദ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം എന്നിവയിൽ ഉയർന്ന എതിർ സ്വരങ്ങളുടെ തുടർച്ചയാണ് പ്ലീഡർ നിയമനത്തിലും പ്രതിഫലിക്കുന്നതെന്നാണ് ഇവരുടെ വാദം. ഫലത്തിൽ പ്ലീഡർ നിയമനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വെറുമൊരു വാക്പോരിനപ്പുറം മുഖ്യമന്ത്രിക്കെതിരായ പടയൊരുക്കം കൂടിയായി മാറുകയാണ്. മറുഭാഗത്താകട്ടെ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യ വിമർശനം നടത്തിയവരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചാനൽ ചർച്ചാ പാനലിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വി.ഡി. സതീശൻ വിഭാഗവും രംഗത്ത് വന്നു.